മഹാനായിട്ടുള്ള ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു കെട്ട് ഡ്രസ്സ് സേലാക്കുകയായിട്ട് ഒരു മനുഷ്യരൊട്ടുക്ക് കൊടുത്തിട്ട് കിടത്തറ്. ആ കൂട്ടത്തിൽ ഒരു ഡ്രസ്സിൽ ചെറിയൊരു ഡാമേജ് ഇക്കട്. ഈ ഡ്രസ്സ് സേലാക്കുമ്പോൾ അതിലുള്ള ന്യൂനത ചെന്നിട്ട് വില കുറച്ചിട്ട് സേലാക്കുകയായിട്ട് ആ മനുഷ്യരൊട്ടുക്ക് മഹാൻ നിർദ്ദേശിക്കട്. ഡ്രസ്സ് സേലാക്കട അർജൻറ്റല്ല, അല്ലെങ്കിൽ മറന്നിട്ട് ആ മനുഷ്യ ഉള്ള എല്ലാ ഡ്രസ്സറേയും ഒരേ റേറ്റിക്ക് സേലാക്കിയിട്ട് തിരിച്ചിട്ട് വേണ്ട കിട്ടിയ ലാഭത്തെ മഹാന്റെ കയ്യിൽ കൊടുക്കണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മനുഷ്യരോട്ട് കേൾക്കട്, ഡാമേജ് ഉള്ള അങ്ങനത്തെ ഡ്രസ്സ് വില കുറച്ചിട്ട് കൊടുത്താറാണ്ട് കേൾക്കട്. ആ മനുഷ്യ ചെല്ലു ഇല്ല, അതിനെ മറന്നിട്ട് പോയാൽ മാത്രമല്ല ആ ഡ്രസ്സ് ഞാൻ ആർക്ക് കൊടുത്തിരാണ്ട് പോലും നമുക്ക് ഓർമ്മയില്ലാണ്ട് ചെല്ലു. ഇത് കേട്ടങ്ങനത്തെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ വ്യവഹാരത്തിൽ ഒരു സംശയവും ഒരു അന്യായവും ഇക്കു തീരാണ്ട് വിചാരിച്ചിട്ട് കിട്ടിയ എല്ലാ ലാഭത്തെയും പാവത്തെ ആൾമാർക്ക് സ്വതക്ക ആക്കട്. പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. കേവലം നിസ്കാര ഇബാദത്ത് നോമ്പ് മാത്രമല്ല, ഞങ്ങൾ ആക്കിടങ്ങനത്തെ ഓരോരോ വ്യവഹാരത്തിലും 100% ഉറപ്പ് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.